ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. സൂപ്പർ കപ്പിലെ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങൾ ഇപ്പോൾ അവസാനിച്ചിട്ടുണ്ട്. സെമി ഫൈനൽ മത്സരങ്ങൾ ഡിസംബർ 4-ാം തീയതിയാണ് നടക്കുക. ആദ്യ മത്സരത്തിൽ ഈസ്റ്റ് ബംഗാളും പഞ്ചാബും തമ്മിലാണ് ഏറ്റുമുട്ടുക. പിന്നീടാണ് ഗോവയും മുംബൈ സിറ്റിയും തമ്മിലുള്ള മത്സരം നമുക്ക് കാണാൻ കഴിയുക. ഏതായാലും ഗ്രൂപ്പ് സ്റ്റേജിലെ ഏറ്റവും മികച്ച 5 താരങ്ങൾ ആരൊക്കെയാണ് അത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഒന്നാം സ്ഥാനത്ത് വരുന്നത് മറ്റാരുമല്ല, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്ട്രൈക്കറായ കോൾഡോ ഒബിയേറ്റ് തന്നെയാണ്. അതായത് 3 മത്സരങ്ങൾ കളിച്ച താരം 3 ഗോളുകൾ നേടിയിട്ടുണ്ട്. രാജസ്ഥാനെതിരെ ഒരു ഗോൾ താരം നേടി. പിന്നീട് ഡൽഹിക്കെതിരെയുള്ള മത്സരത്തിൽ ഇരട്ട ഗോളുകൾ നേടാൻ കോൾഡോ ഒബിയേറ്റയ്ക്ക് കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പമുള്ള ആദ്യത്തെ ഒഫീഷ്യൽ മത്സരങ്ങളായിരുന്നു ഇത്. അതിൽ തന്നെ തിളങ്ങാൻ ഒബിയേറ്റയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ താരമായിക്കൊണ്ട് വരുന്നത് FC ഗോവയുടെ ബോർഹ ഹെരേരയാണ്. ഗോവയുടെ മധ്യനിരയിൽ തകർപ്പൻ പ്രകടനമാണ് ഹെരേര ഇപ്പോൾ പുറത്തെടുത്തിട്ടുള്ളത്. അറ്റാക്കിങ്ങിനെയും ഡിഫൻസിനെയും ഒരുപോലെ സഹായിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇന്റർ കാശിക്കെതിരെയുള്ള മത്സരത്തിൽ 2 ഗോളുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ താരം അത് മറ്റാരുമല്ല, റയാൻ വില്യംസ് ആണ്. ബംഗളൂരു FC പുറത്താകാൻ കാരണമായ പെനാൽറ്റി പാഴാക്കിയത് ഇദ്ദേഹമാണ് എന്നുള്ളത് ശരിയാണ്. പക്ഷെ അത് മാറ്റി നിർത്തിയാൽ റയാൻ മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട്. 3 മത്സരങ്ങൾ കളിച്ച താരം 2 ഗോളുകളും ഒരു അസിസ്റ്റും സ്വന്തമാക്കിയിട്ടുണ്ട്. ഇനി നാലാമത്തെ താരം ഡയാൻ ഡ്രാസിച്ച് ആണ്. ഗോവയ്ക്ക് വേണ്ടി ആദ്യത്തെ 2 മത്സരങ്ങൾ കളിച്ച താരം മികച്ച പ്രകടനം പുറത്തെടുത്തിരുന്നു. 2 ഗോളുകളും ഒരു അസിസ്റ്റും നേടിക്കൊണ്ട് ഗോവയെ സെമിയിൽ എത്തിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചത് ഡ്രാസിച്ച് തന്നെയാണ്. ഇനി അഞ്ചാമത്തെ താരം അത് ഇന്ത്യൻ ഇതിഹാസമായ സുനിൽ ഛേത്രിയാണ്. താരത്തിന് സ്റ്റാർട്ട് ചെയ്യാനുള്ള അവസരങ്ങൾ ഒന്നും ലഭിച്ചിരുന്നില്ല. പക്ഷേ പകരക്കാരനായിക്കൊണ്ട് സുനിൽ ഛേത്രി മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട്. മുഹമ്മദ് നസി, ഗോകുലം കേരള എന്നിവർക്കെതിരെ ഓരോ ഗോളുകൾ വീതം നേടാൻ ഈ താരത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയാണ് ഗ്രൂപ്പ് സ്റ്റേജിലെ ഏറ്റവും മികച്ച 5 താരങ്ങൾ വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ പങ്കുവെക്കാം. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.